this is a tricky question, but ഒരു simple concept അറിയാമെങ്കിൽ നമുക്ക് easy ആയിട്ട് solve ചെയ്യാവുന്ന ഒരു question ആണിത്. So let's see how we can solve this. Welcome to Pi Networks. നമ്മൾ May 2025 question paper discuss ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 scheme ആണ് നമ്മൾ consider ചെയ്തിട്ടുള്ളത്. And the subject is network theory. Subject code is PCECT 205. നമ്മൾ module 1 part A questions complete ചെയ്തിട്ടുണ്ട്. So module 1 part B questions first question ആണ് നമ്മൾ discuss ചെയ്യുന്നത്, and that is 9th question. അതിൽ തന്നെ A part ആണ് നമ്മൾ നോക്കുന്നത്. So what is the question? Find the current through 3 ohm using a mesh analysis. Mesh analysis use ചെയ്തിട്ട് നമ്മൾ ഈ തന്നിട്ടുള്ള സർക്യൂട്ടിലെ 3 ohm resistor. Where is a 3 ohm resistor? This is a 3 ohm resistor. ഈ 3 ohm resistorൽ കൂടിയുള്ള current എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. And this is a 5 mark question. Circuit നോക്കിയാൽ ഭയങ്കര സിമ്പിൾ ആണല്ലേ. 3 ലൂപ്പ് തന്നിട്ടുണ്ട്. This is the first loop, this is the second loop, and this is the third loop. ഈ 3 ലൂപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻസ് എഴുതണം. എന്നിട്ട് 3 ohm എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടി പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. So what is a 3 ohm resistor? Current through the 3 ohm resistor. നോക്കിയാൽ we can write it as the current through 3 ohm resistor is equal to I2 minus I3. Okay, 3 ohm resistor എന്ന് പറയുന്നത് ഇതാണ്. അതിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. I2 ഉണ്ട്, I3 ഉണ്ട്. So it is I2 minus I3. എങ്കിൽ എന്താണ് ഈ ക്വസ്റ്റിന്റെ ട്രാപ്പ് എന്ന് വെച്ചാൽ, സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ we have a 7 ampere current source connected in series with the 2 ohm resistor. ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് that is common to the first loop as well as the third loop ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ബ്രാഞ്ചിൽ ഒരു കറണ്ട് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ what we have to do is we have to use the concept of super mesh analysis. Super mesh analysis എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മുടെ KVL equations അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. Okay? So on removing this branch, അതായത് the branch that is common to the first loop and third loop നമ്മൾ റിമൂവ് ചെയ്യണം. So now our circuit becomes, ഇനി നമുക്ക് KVL equations ഫോം ചെയ്യാം. So before that, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് 7 ആംപിയർ കറണ്ടിൽ കൂടി പോകുന്ന കറണ്ട്സ് ഏതൊക്കെയാണ്? ആ ബ്രാഞ്ചിൽ കൂടി പോകുന്ന കറണ്ട്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് I1 ആൻഡ് I3 അല്ലെ. I1ഉം I3യും ആ ബ്രാഞ്ചിൽ കൂടി പോകുന്നുണ്ട്. ഫസ്റ്റ് ആ ഇക്വേഷൻ ഫോം ചെയ്യാം. സോ ദ കറണ്ട് I1 മൈനസ് I3 വിൽ ബി ഈക്വൽ ടു 7 ആംപിയർ. സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ലൂപ്പ് ഇക്വേഷൻസ് എഴുതാം. KVL അപ്ലൈ ചെയ്ത് ലൂപ്പ് ഇക്വേഷൻസ് എഴുതാം. ഫസ്റ്റ് നമ്മൾ ഈ ബിഗർ ലൂപ്പ് കൺസിഡർ ചെയ്യുക. ദിസ് ഇസ് എ ബിഗർ ലൂപ്പ്. ഈ ലൂപ്പ് കൺസിഡർ ചെയ്ത ഒരു ഇക്വേഷൻ എഴുതുക. സെക്കൻഡ് നമ്മൾ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇക്വേഷൻസ് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. I1 minus I3 is equal to 7 ampere. നെക്സ്റ്റ് അപ്ലൈ KVL ടു ദ ഔട്ടർ ലൂപ്പ്. സോ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മുടെ ഔട്ടർ ലൂപ്പ് വരുന്നത്. സോ 7 voltage will be equal to current flowing through this resistor എന്ന് പറയുന്നത് it is I1 minus I2 plus 3 ohm into അതിൽ കൂടി പോകുന്ന current it is I3 minus I2 plus I3. That is the current flowing through this 1 ohm resistor. ആ equation form ചെയ്യുക, rearrange ചെയ്ത് നമുക്ക് finally നമുക്ക് കിട്ടുന്ന expression എന്ന് പറയുന്നത് it is 7 is equal to I1 minus 4I2 plus 4I3. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ലൂപ്പാണ്. അപ്പൊ അതിന്റെ ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരിക? അപ്ലൈങ് KVL ടു ദ ലൂപ്പ് 2, ഇറ്റ് ബിക്കംസ് 2I2 പ്ലസ് 3 I2 മൈനസ് I3 പ്ലസ് I2 മൈനസ് I1 ഇൻറ്റു 1 ohm. ഓക്കെ, സോ അത് റീഅറേഞ്ച് ചെയ്യുക. ഫൈനലി നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് I1 പ്ലസ് 6I2 മൈനസ് 3I3 is equal to 0. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. 3 അൺനോൺ വേരിയബിൾസ് ഉള്ള 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് കാൽക്കുലേറ്ററിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ കാർമേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. So the final answer what you will get is I1 will be equal to 9 ampere, I2 will be equal to 2.5 ampere and I3 is equal to 2 ampere. So is this our final answer? No. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 3 ohm റെസിസ്റ്ററിൽ കൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ I 3 ohm എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയിരുന്നു. എന്താണ് I3?
ഓം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് I2 മൈനസ് I3. ഓക്കെ, സോ I2 മൈനസ് I3 എത്രയാ വരിക? I2 minus I3 will be is equal to 0.5 ampere. So this is the final answer. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇത് തെറ്റിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സൂപ്പർ മെഷ് അനാലിസിസ് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 9th ക്വസ്റ്റ്യന്റെ പാർട്ട് ബി സെക്ഷൻ ഉണ്ട്, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.